ആമേൻ. വളരെ ശാന്തമായ അന്തരീക്ഷത്തിൽ ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കുവാനും കർത്താവിനെ പാടി ആരാധിക്കുവാനും ഒക്കെ ലഭിക്കുന്ന നല്ല ഭാഗ്യ നിമിഷങ്ങളെ ഓർത്ത് നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. ആമേൻ. ഒരു പാട്ടിന്റെ സമയം നമ്മുടെ അധികം മുമ്പിലില്ല. ഒരു പാട്ടിന്റെ ഒരു ചരണം മാത്രം പാടിക്കൊണ്ട് ആമേൻ. ഹല്ലേലൂയ. സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഉല്ലാസത്തിന്റെയും ദിവസമായ ഈ ഉപവാസത്തിന്റെ രണ്ടാമത്തെ പ്രഭാത സമയത്ത് നമുക്ക് ഒരുമിച്ച് നമുക്ക് കർത്താവിനെ പാടി ആരാധിക്കാം. എൻ്റെ കൂടെ നിങ്ങൾക്ക് ഒരു തമിഴ് സോങ് ആണ്. ഹല്ലേലൂയ. அன்பு எனக்கு போதுமே, உன் அன்பு எனக்கு போதுமே, நீரில்லாமை வாழ முடியாது, ஏற்றிடும் ஆற்றிடும் உம்மை போல் யாருண்டு, என்னை தேற்றிடும் ஆற்றிடும் உம்மை போல் யாருண்டு. எனக்கு போதுமே, அன்பு 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 எனக்கு போதுமே. ഹല്ലേലൂയ. കർത്താവിന് ശക്തമായ മഹത്വം കൊടുക്കുന്ന ഈ പ്രഭാതത്തിൽ നമുക്ക് ആമേൻ ഈ ലഭിച്ച നല്ല ഭാഗ്യ നിമിഷങ്ങളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കാം. വേഗത്തില് ആമേൻ ദൈവവചനത്തിലെ ചിന്തയിലേക്ക് നമുക്ക് കടന്നു പോകാം. ആമേൻ. അല്പസമയം മാത്രമേ ഉള്ളൂ നമ്മുടെ മുൻപിൽ. ആമേൻ. അതുകൊണ്ട് തന്നെ ആമേൻ ഒരു ചെറിയ ചിന്ത പങ്കുവെച്ച് ആമേൻ. ഹല്ലേലൂയ. ചിന്തകൾ എപ്പോഴും വലുതാണ്, പക്ഷെ അതിനെ നമ്മൾ ചുരുക്കി ആമേൻ ഒരു ചെറിയ ക്യാപ്സൂളായിട്ട് ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. ആമേൻ. സ്തോത്രം. ഇന്ന് പ്രഭാതം നമുക്ക് ഒരുമിച്ച് ഒന്ന് കൊരിന്ത്യന്റെ ലേഖനം 2-ാം അധ്യായം, ഫസ്റ്റ് കൊരിന്ത്യർ ആമേൻ ചാപ്റ്റർ 2 വേഴ്സ് 3 and 4, 5. നമുക്ക് ഈ വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ആമേൻ. അതിനുശേഷം കർത്താവ് എന്താണ് നമ്മളോട് സംസാരിക്കുന്നത്? ആമേൻ. Hallelujah. Thank you, Jesus. Thank you, Holy Spirit. നമുക്ക് വായിക്കാം ഇങ്ങനെ. ആമേൻ. സ്തോത്രം. 1-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: ഞാൻ ബലഹീനതയോടും ഭയത്തോടും വളരെ നടുക്കത്തോടും കൂടെ നിങ്ങളുടെ ഇടയിൽ ഇരുന്നു. നിങ്ങളുടെ വിശ്വാസത്തിന്
മനുഷ്യരുടെ ജ്ഞാനമല്ല, ദൈവത്തിൻ്റെ ശക്തി തന്നെ. 5-ാമത്തെ വാക്യം പറയുകയാണ്, ആധാരമായിരിക്കേണ്ടതിന് എൻ്റെ വചനവും എൻ്റെ പ്രസംഗവും ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകളാൽ അല്ല, ആത്മാവിൻ്റെയും ശക്തിയുടെയും പ്രദർശനത്താലത്രേ ആയിരുന്നത്. ആമേൻ. അപ്പോസ്തലനായ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യ സഭയ്ക്ക് വേണ്ടി എഴുതിയ ആമേൻ കത്തുകളിൽ അതിന്റെ തുടക്കത്തിൽ തന്നെ ഇങ്ങനെയാണ് പറയുന്നത്, ദൈവ ഇഷ്ടത്താൽ യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനായി വിളിക്കപ്പെട്ട പൗലോസും സഹോദരനായ സോസ്തോനേസിനെയും കൊരിന്തിലുള്ള ദൈവസഭയ്ക്ക്, ഇങ്ങനെയാണ് അവിടെ പറയപ്പെടുന്നത്, ഒരു വിഷയത്തെ അറിയിപ്പിക്കുവാൻ തക്കവണ്ണം തന്റെ ജനത്തിനെ ഒരു വിഷയം അറിയിപ്പിക്കണം. അത് എപ്രകാരമാണ് എന്നുള്ളതിന് ആമേൻ സ്തോത്രം നമുക്ക് ഈ പൗലോസ് അപ്പോസ്തലൻ സഭകളോട് അറിയിക്കുന്ന ആമേൻ ചില വെളിപ്പാടുകൾ, അത്തരത്തിൽപ്പെട്ട ഒരു വെളിപ്പാടാണ് ആമേൻ ഈ പ്രഭാതത്തിൽ നമുക്ക് കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത്. 5-ാമത്തെ വാക്യത്തിൽ നിങ്ങൾ സംസാരിക്കുന്നത് ഇങ്ങനെയാണ്, ആധാരമായിരിക്കേണ്ടതിന് എൻ്റെ വചനവും എൻ്റെ പ്രസംഗവും ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളാലല്ല, പിന്നെയോ ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനത്താലത്രേ. ആമേൻ. എഫെസ്യരുടെ ലേഖനം 3-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം, അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ആമേൻ ബലപ്പെടേണ്ടതിന്. ആമേൻ. സ്തോത്രം. നിങ്ങൾക്ക് മനസ്സിലായോ? അവന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ എന്ന് വെച്ചാൽ സ്വർഗത്തിൽ വസിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിനാൽ. നമുക്കറിയാം ആമേൻ, സുവിശേഷങ്ങൾ 4 സുവിശേഷവും നമ്മൾ വായിച്ച് മുന്നോട്ട് വരുമ്പോൾ അസാധാരണമായ ദൈവത്തിന്റെ പ്രവൃത്തികൾ ചെയ്ത യേശു കർത്താവ് അന്ന് ശിഷ്യന്മാര് തന്നോട് കൂടെ വസിക്കുമ്പോൾ ആമേൻ അവരോട് പല കാര്യങ്ങളും ചെയ്യുവാൻ പറയുമ്പോൾ അവർ ഭയന്ന് പുറകോട്ട് മാറുന്നവരും, ഒരു സ്ഥലത്ത് ആമേൻ അവർ ചെയ്തത് ആമേൻ അവർക്കതിനെ പൂർത്തീകരിക്കാനും കഴിഞ്ഞില്ല. പക്ഷേ അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് നിങ്ങൾ കടന്നു വന്നു കഴിയുമ്പോൾ 2-ാം അധ്യായം തൊട്ട് നിങ്ങൾ വായിക്കുമ്പോൾ പറയുന്നു, 120 പേരുടെ മാളിക മുറിക്കകത്ത് കയറിയ ആമേൻ അഭിഷിക്തന്മാർ അവരുടെ ജീവിതത്തിനകത്തിൽ അന്നുവരെ കാണാത്ത ദൈവത്തിന്റെ പ്രവൃത്തി അവരുടെ ശരീരത്തിന്റെ മേൽ വെളിപ്പെടാൻ തുടങ്ങി. അതിനുശേഷമാണ് ആമേൻ സ്തോത്രം പത്രോസും യോഹന്നാനും കൂടെ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിന്റെ മുൻപിൽ ചെല്ലുമ്പോൾ മുടന്തനായിരിക്കുന്ന ഒരു മനുഷ്യൻ ഭിക്ഷയാചിക്കുന്നത് കാണുന്നത്. ഭിക്ഷയാചിക്കുന്നവൻ ആമേൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ആമേൻ ഹല്ലേലൂയ, എന്തെങ്കിലും തരണമേ. പത്രോസ് പറയുന്നത്, ഞങ്ങളുടെ കരത്തിൽ ആമേൻ സ്തോത്രം സ്വർണോ ഇല്ല, അല്ലെങ്കിൽ തങ്കോ ഇല്ല, വെള്ളിയൊന്നും ഇല്ല. ആമേൻ. പക്ഷെ ഉള്ളത് ഞങ്ങൾ തരാം. അതെന്താണ്? ആമേൻ, യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. അടുത്ത സെക്കൻഡിൽ പറയുകയാണ്, അവന്റെ നരിയാണി ഉറച്ച് അവൻ ആലയത്തിനകത്തിലേക്ക്, അതാണ് ദേവാലയത്തിന്റെ അകത്തിലേക്ക് പോയി എന്ന് പറയപ്പെടുന്നുണ്ട്. ആമേൻ. സാധാരണക്കാരനായിരുന്ന മുക്കുവനായിരുന്ന ആമേൻ സ്തോത്രം ഒരു വ്യക്തിയെ ദൈവത്തിന് എടുത്ത് ഉപയോഗിക്കാൻ കഴിയുമെങ്കിൽ ആമേൻ സ്തോത്രം, ഇന്ന് ഈ പ്രഭാത സമയത്തിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവജനത്തിനോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ആത്മാവിന്റെ ബലത്തിൽ എഴുന്നേൽക്കുന്നവനെ ആമേൻ ഹോളി സ്പിരിറ്റ് എത്ര പേർക്ക് ഇന്ന് പ്രഭാതത്തിൽ അതിനെ ഏറ്റെടുക്കുവാൻ കഴിയും? ആമേൻ. എന്റെ അകത്ത് കത്തുന്ന ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിട്ടുകൊടുക്കുന്നു. ആമേൻ സ്തോത്രം. ഇവിടെ വായിച്ച വേദഭാഗവന ആത്മാവിന്റെയും ശക്തിയുടെയും ആമേൻ ഹല്ലേലൂയ ഈ പ്രദർശനം, അതെങ്കിൽ ഈ ഒരു വിഷയം നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ടു വരുമ്പോൾ നാം എന്താണെന്നുള്ളത് അപ്പോൾ നമ്മൾ തിരിച്ചറിയാനായിട്ട് തുടങ്ങും.
ഹല്ലേലൂയ. എത്ര പേർക്ക് ഇത് പ്രഭാതത്തിൽ മനസ്സിലാകുന്നുണ്ട്? ആമേൻ. പരിശുദ്ധാത്മാവെന്ന് പറയുന്ന കാര്യസ്ഥൻ ആമേൻ നമ്മുടെ ഹൃദയത്തിനകത്തിലേക്ക് കടന്നു വരുമ്പോൾ, അല്ലെങ്കിൽ ആത്മാവിന്റെ സാന്നിധ്യം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിനകത്തേക്ക് കടന്നു വരുമ്പോൾ, ആമേൻ, അന്നുവരെ ഉണ്ടായിരുന്ന ആമേൻ മേഖലകൾ സകലതും മാറി പുതിയത് ചിന്തിക്കാൻ തുടങ്ങും. ആമേൻ. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? പുതിയത് ചിന്തിക്കാൻ തുടങ്ങും, പഴയത് മറക്കും. പഴയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിനകത്ത് നിൽക്കാനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ആമേൻ, സ്തോത്രം. പിന്നെ എന്താണ് പറയുന്നത്? അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ. ഇന്ന് പ്രഭാതത്തിൽ ഈ ദൈവശബ്ദം നിങ്ങൾ കേട്ടോണം. അവന്റെ ആത്മാവിനാൽ. ആരുടെ ആത്മാവിനാൽ? സ്വർഗത്തിലെ ദൈവത്തിന്റെ ആത്മാവിനാൽ ആമേൻ നമ്മെ എഴുന്നേൽപ്പിക്കുന്ന, മറ്റുള്ളവരുടെ മുമ്പിൽ തകർന്നു പോകാനോ മറ്റുള്ളവരുടെ മുൻപിൽ ആമേൻ സ്തോത്രം നാണം കെട്ട് നിൽക്കാൻ വേണ്ടി അല്ല ദൈവം നമ്മളെ ആമേൻ വിളിച്ചിരിക്കുന്നത്. പകരം ആമേൻ അവന്റെ ആത്മാവിനാൽ. ആമേൻ. ഹല്ലേലൂയ. ഞാൻ ഈ പ്രഭാതത്തിൽ ആമേൻ ഈ പ്ലാറ്റ്ഫോമിനകത്ത് ജോയിൻ ചെയ്തിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളോട് പറയുന്നു, ആമേൻ, ദൈവത്തിന്റെ ആത്മാവിനാൽ. ഹല്ലേലൂയ. പിശാച് പല കാര്യങ്ങളും പറഞ്ഞ് നമ്മളെ ആമേൻ പല മേഖലകൾക്കകത്തേക്ക് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കും. പക്ഷെ അതിനകത്തു നിന്നെല്ലാം ആമേൻ വ്യതിചലിച്ച്, അല്ലെങ്കിൽ അതിനകത്തു നിന്നും മാറി അവന്റെ വാക്കുകളെ മാറ്റിക്കൊണ്ട് ദൈവത്തിന്റെ വാക്കുകളെ കേട്ടുകൊണ്ട് പുറപ്പെടുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിനകത്തിൽ പരിശുദ്ധാത്മാവെന്ന് പ്രഭാതത്തിൽ പറയുന്നു, നീ പറയുന്ന കാര്യങ്ങൾ അത് സംഭവിക്കും. ഇതിനകത്തിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളെ നോക്കി ദൈവത്തിന്റെ ആത്മാവ് ശക്തമായിട്ട് വിളിച്ചു പറയുന്നു, ആമേൻ, ഇന്നു മുതൽ നിന്റെ ആത്മീക ജീവിതത്തിനകത്ത് പുതിയൊരു ചവിട്ടുപടി, അല്ലെങ്കിൽ പുതിയൊരു വഴി നിങ്ങൾക്ക് വേണ്ടി തുറന്നു തരുന്ന ദൈവത്തിന്റെ സാന്നിധ്യം അസാധാരണമായി അത് വ്യാപരിക്കപ്പെടുന്നു എന്ന് പരിശുദ്ധാത്മാവിനോട് പറയുന്നു. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഒരു വ്യക്തിയുടെ ജീവിതത്തിനകത്ത് അപ്പോസ്തലപ്രവൃത്തി 18-ാം അധ്യായം, അതിന്റെ ഞാൻ ഈ വാക്യം ഞാനൊന്ന് വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തി 18-ാം അധ്യായം അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ നമ്മളോട് പറയുന്നത്, പരിശുദ്ധാത്മാവ് ഒരുവന്റെ മേൽ വരുമ്പോൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയയിലും ആമേൻ ശമരിയയിലും ലോകത്തിന്റെ എല്ലായിടത്തും പോകും. 2-ാമത്തെ അധ്യായത്തിന്റെ ആമേൻ അതിന്റെ 2-ാമത്തെ വാക്യം നമ്മളോട് സംസാരിക്കുന്നത് എന്താണ്? പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തു നിന്നും ഒരു മുഴക്കമുണ്ടായി, അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. ആമേൻ. എപ്പോഴാണ് അത് സംഭവിച്ചത്? പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നപ്പോൾ. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന്റെ മഹത്വവും ദൈവത്തിന്റെ സാന്നിധ്യത്തെ വഹിച്ചുകൊണ്ട് ആമേൻ ഒരു സ്ഥലത്ത്, അപ്പോൾ ദൈവം പറഞ്ഞതനുസരിച്ച് ഒരു സ്ഥലത്തേക്ക് കയറിയപ്പോൾ ആ സ്ഥലത്ത് ആമേൻ അഭിഷേകത്തിന്റെ സാന്നിധ്യം ചലിക്കുവാനായിട്ട് തുടങ്ങി. പിടികിട്ടുന്നുണ്ടോ? എന്ന് വെച്ചാൽ ഇന്ന് പ്രഭാതത്തിൽ ഈ മീറ്റിംഗിനകത്ത് കയറിയിരുന്ന് അന്യഭാഷകളിൽ പ്രാർത്ഥിച്ച്, അന്യഭാഷകളിൽ ആരാധിച്ച് പ്രാർത്ഥിക്കുകയും ദേശങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഇടിവിൽ നിൽക്കുകയും ചെയ്തതിനു ശേഷം ആമേൻ സ്തോത്രം, ദൈവത്തിന്റെ സാന്നിധ്യം ഒരുവന്റെ മേലിലേക്ക് ഇറങ്ങി വരുമ്പോൾ ആമേൻ അടുത്ത പദം പറയുകയാണ്, അവന്റെ വീട് മുഴുവനും നിറച്ചു എന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം നമ്മൾ ആ പ്രവാചകനിലൂടെ കേട്ട ഒരു ദൈവശബ്ദമാണ്, അവന്റെ വീട് നിറച്ചു. അടുത്ത പദത്തിൽ പറയുന്നത്, അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി, അവരിൽ ഓരോരുത്തന്റെ മേലും പതിഞ്ഞു. ഇതെന്താണ്? സാധാരണയായിട്ടുള്ളൊരു ഒരു വിഷയമല്ല, അസാധാരണമാണ്. അപ്പൊ കൂടിയിരുന്നപ്പോൾ ആത്മാവിനെ നിറയ്ക്കുവാൻ കഴിഞ്ഞു. ഹല്ലേലൂയ. പിടികിട്ടുന്നുണ്ടോ? കൂടി വന്നപ്പോഴാണ് ആത്മാവിനാൽ നിറയപ്പെട്ടത്. സഹോദരങ്ങളെ,
ഈ പ്രഭാത സമയത്തിൽ പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും നോക്കി വിളിച്ചു പറയുന്നു. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. അധികാരത്തോടെ സംസാരിക്കുവാനും ആമേൻ, മറ്റുള്ളവരുടെ മുൻപിൽ ആമേൻ തല ഉയർത്തി നിൽക്കുവാനും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിനകത്തിൽ നാം തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ ആമേൻ, ഹല്ലേലൂയ, എന്ത് വേണമെന്നറിയാമോ? ആമേൻ, ആത്മാവിന്റെ അഭിഷേകം നമ്മുടെ ജീവിതത്തിനകത്ത് വേണം. ഹല്ലേലൂയ, സ്തോത്രം. അധികാരത്തോടെ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം അതിന്റെ ആമേൻ 33-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്. 4-ാം അധ്യായം അതിന്റെ 33-ാമത്തെ വാക്യം, അപ്പോസ്തലന്മാർ മഹാശക്തിയോടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആമേൻ പുനരുത്ഥാനത്തിന് സാക്ഷ്യം പറഞ്ഞു വന്നു. എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചിരുന്നു. ശ്രദ്ധയോടെ കേൾക്കണം. ആമേൻ, ഈ വചനഭാഗം ഇങ്ങനെയാണ് പറഞ്ഞത്. ആമേൻ, അപ്പോസ്തലന്മാർ മഹാശക്തിയോടെ. അപ്പോൾ എവിടെ നിന്നാണ് അവർക്ക് ലഭിച്ചത്? 2-ാം അധ്യായത്തിൽ അവർ മാളികമുറിക്കകത്ത് കയറിയിരുന്നപ്പോൾ അവരുടെ ജീവിതത്തിനകത്തില് ആമേൻ ദൈവം മഹാശക്തിയോടെ ആമേൻ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം പറഞ്ഞു വന്നു. എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചിരുന്നു. അപ്പോൾ യേശുവിന്റെ പുനരുത്ഥാനത്തെ കുറിച്ചും യേശുവിന്റെ വരവിനെ കുറിച്ചും ഇത് നമ്മൾക്ക് ആമേൻ ഹൃദയത്തിനകത്തുനിന്ന് നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ എന്തു വേണം? അഭിഷേകം വേണം. ഇന്ന് പ്രഭാതത്തിൽ പറയണം, ആമേൻ, കർത്താവേ, ഞാൻ അങ്ങയുടെ ആമേൻ ദാസനായിട്ടും ദാസിയായിട്ടും ഞാൻ ഈ ലോകത്തിനകത്ത് നിൽക്കുമ്പോൾ ആമേൻ എനിക്ക് അഭിഷേകം വേണം. മറ്റുള്ളവരോട് ഈ സുവിശേഷത്തെ അറിയിപ്പാൻ തക്കവണ്ണമുള്ള ധൈര്യത്തെ പകർന്നു തരുവാനുള്ള കൃപ എനിക്ക് വേണം. ഹല്ലേലൂയ. പിടികിട്ടുന്നുണ്ടോ? ഒരു പ്രവചന ശബ്ദം കേൾക്കുന്നതിനെക്കാട്ടിലും വലുതാണ് ഞാനിപ്പോ ഈ പറഞ്ഞത്. ആമേൻ. ഇത് ധൈര്യത്തിന്റെ ആത്മാവായത്. അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവ്. ആമേൻ, ഹല്ലേലൂയ. നമ്മൾ നശിച്ചു പോകുന്നതിനെ കുറിച്ചല്ല ആലോചിക്കേണ്ടത്, പിന്നെന്തിനെ കുറിച്ചാണ്? ആമേൻ, ജീവനുള്ളതിനെ കുറിച്ച് ആലോചിക്കുക. ഈ ലോകത്തിന്റെ മുമ്പിൽ ഒത്തിരി സംഭവങ്ങളുണ്ട് നശിച്ചു പോകാനുള്ള സാധനങ്ങൾ. ഹല്ലേലൂയ. അതെല്ലാം ഈ ഭൂമിയിൽ അവസാനിക്കും. പക്ഷെ മറ്റൊന്നുണ്ട്, എന്നേക്കുമായിട്ട് ആമേൻ നമ്മളെ സേവ് ചെയ്യുന്ന, നമ്മളെ ബലത്തോടെ നിർത്തുന്ന, നമ്മുടെ ആത്മാവിനെ സംരക്ഷിക്കുന്ന. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ അങ്ങനെ ഒരു പദം അവിടെ പറഞ്ഞത്. ആമേൻ, സ്തോത്രം. വശീകരണങ്ങളല്ല വേണ്ടത്, പിന്നെന്താ വേണ്ടത്? ആത്മാവിന്റെയും ശക്തിയുടെയും. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. നിങ്ങൾ അതിന്റെ 6-ാം അധ്യായം 8-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിച്ചു നോക്കിക്കോ. അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം. ആകയാൽ സഹോദരന്മാരെ, ആത്മാവും ജ്ഞാനവും നിറഞ്ഞ് നല്ല സാക്ഷ്യമുള്ള 7 പുരുഷന്മാരെ നിങ്ങളിൽ തന്നെ തിരഞ്ഞുകൊള്ളുവിൻ. അവരെ ഈ വേലയ്ക്ക് ആക്കാം. ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കും എന്ന് പറഞ്ഞു. ഈ വാക്ക് കൂട്ടത്തിനൊക്കെയും ബോധ്യമായി. വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ പുരുഷനായ സ്തെഫാനോസ്, ഫിലിപ്പോസ്, പ്രൊഗരോസ്, നിക്കാനോർ, തീമോൻ, പർമനോസ്, യഹൂദ മതാനുസാരിയായ അന്ത്യോക്യക്കാരൻ നിക്കോലോവോസ് എന്നിവരെ തെരഞ്ഞെടുത്തു. അപ്പോൾ ആമേൻ, ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ. ഒരു ജീവിതത്തിനകത്തില് ആമേൻ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ പോലും ആമേൻ ആത്മാവിന്റെ സാന്നിധ്യം വേണം. തെരഞ്ഞെടുപ്പ് വേണോ? ആത്മാവിന്റെ സാന്നിധ്യം വേണം. ഈ പ്രഭാതത്തിൽ കർത്താവിനോട് പറയണം, കർത്താവേ, ആമേൻ, അധികാരത്തോടെ സംസാരിക്കുവാൻ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുൻപിൽ ചങ്കുറപ്പോടെ നിന്ന് ഈ സുവിശേഷത്തെ അറിയിപ്പാൻ തക്കവണ്ണമുള്ള കൃപ എനിക്ക് തരണം. അതിന് വേണ്ടത് മറ്റൊന്നുമല്ല, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമാണ്. ഇന്ന് പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന ആരുടെയും ജീവിതത്തിനകത്ത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ ആമേൻ ഇനിയും ആമേൻ അതിനെ
ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, ഇനിയും അതിനെ ആമേൻ ജീവിതത്തിനകത്തിലേക്ക് ആമേൻ തിരഞ്ഞു പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, ആമേൻ ഈ പ്രഭാതം അതിനുവേണ്ടി ഉപയോഗിക്കുക. കർത്താവിനോട് പറയുക, കർത്താവേ, എനിക്ക് അങ്ങയുടെ സാന്നിധ്യം വേണം, അങ്ങയുടെ കൃപ എനിക്ക് വേണം. ആമേൻ. അനാവശ്യമായിട്ട് പല ചിന്തകൾ ജീവിതത്തിനകത്ത് വരും. അതിനെല്ലാം മറികടന്ന് പോകുവാനുള്ള കൃപ എനിക്ക് തരണം. അനാവശ്യമായിട്ടുള്ള ആമേൻ സ്തോത്രം വഴികൾ കൂടെ കടന്നു പോകുവാൻ എന്റെ ഹൃദയത്തെ വല്ലാണ്ട് ആമേൻ പിശാച് ആമേൻ പ്രവർത്തിപ്പിക്കുന്നുണ്ട്. അതിൽ നിന്നും എനിക്ക് പുറത്തു വരുവാൻ എന്റെ ഹൃദയത്തെ അവിടുന്ന് ഒരുക്കണമേ എന്ന് ഈ നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ കർത്താവായ യേശുവിന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിനകത്ത് വരുമ്പോൾ നമ്മെ അഭിഷേകത്തിൽ നിറയ്ക്കുന്ന ഒരു ദൈവത്തിന്റെ കരം. ഞാനൊരു വാക്യം വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് വായിച്ച് ഞാൻ വേഗത്തിൽ അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായം ആമേൻ അതിന്റെ 11. ആമേൻ. അപ്പോസ്തല പ്രവൃത്തി 19:11. അതിങ്ങനെയാണ് പറയുന്നത്, ദൈവം പൗലോസ് മുഖാന്തരം അസാധാരണമായ വീര്യപ്രവൃത്തികളെ ചെയ്യുകയാൽ അവന്റെ മെയ്മേൽ നിന്നും റുമാലും ഉത്തരീയവും രോഗികളുടെ മേൽ കൊണ്ടുവന്നിടുകയും വ്യാധികൾ അവരെ വിട്ടുമാറുകയും ദുരാത്മാക്കൾ പുറപ്പെടുകയും ചെയ്തു. പിടികിട്ടിയോ? ഒരുവന്റെ ശരീരത്തിന്റെ മേൽ കിടക്കുന്ന ഒരു സാധാരണ റുമാൽ അതെടുത്ത് ഒരു രോഗിയുടെ മേൽ കൊണ്ടിട്ടപ്പോൾ ആമേൻ അവർക്ക് സൗഖ്യമുണ്ടായി. വ്യാധികൾ അവരെ വിട്ടുപോയി. ഇവൻ ദുരാത്മാവ് പോലും അവരെ വിട്ടുപോയി. അപ്പൊ എന്തോ അഭിഷേകമാണ് ക്യാരി ചെയ്യുന്നത്. ആമേൻ. ഹല്ലേലൂയ. ഇത് നമ്മുടെ ഉള്ളിലും കർത്താവ് തരും. ഇത് നമ്മളിലും ദൈവം പകർന്നു തരും. ആഗ്രഹിക്കാൻ കഴിയുന്നുണ്ടോ ഇന്ന്? കർത്താവേ, അങ്ങനെ ഒരു അഭിഷേകം എനിക്ക് വേണം, അങ്ങനെ ഒരു ദൈവ സാന്നിധ്യം എനിക്ക് വേണം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഒന്ന് പ്രാർത്ഥിക്കാമോ ഇന്ന് പ്രഭാതത്തിൽ? ആ കർത്താവിന്റെ കരത്തിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. 1 കൊരിന്ത്യരിൽ 2-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ നമ്മളോട് സംസാരിച്ചത്, നിങ്ങളുടെ വിശ്വാസത്തിനും മനുഷ്യരുടെ ജ്ഞാനമല്ല, ദൈവത്തിന്റെ ശക്തി തന്നെ. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ആമേൻ. ആത്മാവിനെ ഒന്ന് അതിനുവേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചാൽ, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചാൽ, കർത്താവിനോട് പറഞ്ഞ, കർത്താവേ, ഈ പകലിൽ ആമേൻ സ്തോത്രം, വശീകരണ വാക്കുകളല്ല എനിക്ക് വേണ്ടത്. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ ആത്മാവിന്റെയും ശക്തിയുടെയും ആത്മാവ് ഈ പ്രഭാതത്തിൽ കർത്താവിനോട് പറഞ്ഞ, കർത്താവേ, അങ്ങനെ ഒരു ആത്മാവിനെ എന്റെ ജീവിതത്തിനകത്തൊന്ന് പകർന്നു തരണമേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിന്റെ നാമത്തിൽ ഞാനിപ്പോൾ ആമേൻ ഈ ദൈവജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഈ മെസ്സേജ് ഇതിന് ശേഷം കേൾക്കുന്നവരോട് പൂർണ്ണമായ ഒരു ദൈവിക അധികാരത്തിലേക്ക് കൊണ്ടുപോകുവാൻ സ്വർഗത്തിലെ ദൈവം ബലപ്പെടുത്തട്ടെ, ശക്തീകരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അബ്ബാ, അങ്ങനെ ചെയ്ത വലിയ കൃപകൾക്കായിട്ട് നന്ദി. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ.